ജർമ്മനിയിലെത്തിയാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ ജർമ്മനിയിലെത്തി, എയർപോർട്ടിൽ ഇറങ്ങി, റൂം കിട്ടി. പക്ഷേ ഒരു വലിയൊരു മിസ്റ്റേക്ക് ചെയ്തു. അൺമെൽഡും ചെയ്തില്ല. ഒരു ചെറിയ കാര്യമാണെന്ന് വിചാരിച്ചു. പക്ഷെ പിന്നീട് ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ പറ്റുന്നില്ല, ടാക്സ് ഐ ഡി വരുന്നില്ല, റെസിഡൻസ് പെർമിറ്റ് വൈകി, അതേപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് പ്രശ്നങ്ങളുണ്ടായി, മൊബൈൽ കോൺട്രാക്ട് കിട്ടുന്നില്ല. ഒരു ചെറിയ രജിസ്ട്രേഷൻ ചെയ്യാത്തത് കൊണ്ട് ഇത്രയും പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടായി. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ജർമ്മനിയിൽ എത്തിയ ശേഷം ആദ്യം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നടപടിയായ അൺമെൽഡും മുഴുവനായിട്ടും വിശദമായിട്ടും നമുക്ക് പഠിക്കാം. നമസ്കാരം. സേഫ് ഹോം ജർമ്മനിയിലേക്ക്, അല്ലെങ്കിൽ സേഫ് ഹോം ജർമ്മനിയുടെ മറ്റൊരു ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ ആം അഡ്വക്കേറ്റ് സച്ചിൻ. ജർമ്മനിയിലേക്ക് വരുന്ന എല്ലാ വിദ്യാർത്ഥികളും, ജോലി ചെയ്യുന്നവരും നേഴ്സുമാരും ഓപ്പർച്യൂണിറ്റി കാർഡ് ഹോൾഡേഴ്സും നിർബന്ധമായി ചെയ്യേണ്ട ഒരു നിയമപരമായ നടപടിയാണ് അൽമെൽഡു. ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ജർമ്മൻ ജേർണിയുടെ ആദ്യപടിയിൽ തന്നെ തടസ്സങ്ങൾ തുടങ്ങാം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എന്താണ് അൺമെൽഡിംഗ് എന്നാണ്, എപ്പോഴാണ് ചെയ്യേണ്ടതെന്നാണ്, എവിടെയാണ് ചെയ്യേണ്ടതെന്നാണ്, എന്തൊക്കെ ഡോക്യുമെന്റ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നാണ്, രജിസ്ട്രേഷൻ കഴിഞ്ഞ് എന്തൊക്കെ ലഭിക്കുമെന്നാണ്, അതേപോലെ തന്നെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഞാൻ എപ്പോഴും ചോദിക്കാറുള്ളത് പോലെ തന്നെ ഈ ലൈവ് കാണുന്നവര് ഏതൊക്കെ കാറ്റഗറിയിലാണ് ജർമ്മനി പോകുന്നതെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. സ്റ്റഡി, ജോബ്, നേഴ്സ്, ഫാമിലി റിയൂണിയൻ, ഓപ്പർച്യൂണിറ്റി കാർഡ് ഏതാണെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് നിങ്ങൾ മടക്കരുത്. എന്താണ് അൺമെൽഡ്? അൺമെൽഡിംഗ് എന്നത് നിങ്ങളുടെ താമസ വിലാസം, റെസിഡൻഷ്യൽ അഡ്രസ് ജർമ്മനിയിലെ പ്രാദേശിക ഭരണകൂടത്തിൽ ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യുന്നതാണ്. അത് വളരെ ലളിതമായി പറഞ്ഞാൽ, ഞാൻ ഈ അഡ്രസ്സിൽ താമസിക്കുന്നു എന്ന് ഗവൺമെന്റിനെ അറിയിക്കുന്ന ആദ്യപടിയാണ്, അല്ലെങ്കിൽ നടപടിയാണ്. ഇതൊരു വിസയല്ല, ഒരു റെസിഡൻസ് പെർമിറ്റ് അല്ല. പക്ഷേ ജർമ്മനിയിൽ നിയമപരമായി താമസിക്കുന്ന എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു രജിസ്ട്രേഷൻ ആണ്. ഇനി ആരൊക്കെയാണ് ഈ അൺമെൽഡിംഗ് ചെയ്യേണ്ടത്? സാധാരണമായി താഴെ പറയുന്നവർ അൺമെൽഡിംഗ് ചെയ്യേണ്ടതാണ്. മസ്റ്റ്: ഇന്റർനാഷണൽ സ്റ്റുഡൻസ്, സ്കിൽഡ് വർക്കേഴ്സ്, നേഴ്സസ്, ബ്ലൂ കാർഡ് ഹോൾഡേഴ്സ്, ഓപ്പർച്യൂണിറ്റി കാർഡ് ഹോൾഡേഴ്സ്, ഫാമിലി റീയൂണിയൻ വിസ ഹോൾഡേഴ്സ്. നിങ്ങൾ ജർമ്മനിയിൽ താമസിക്കാൻ തുടങ്ങുന്നെങ്കിൽ നിയമപ്രകാരം വിലാസം രജിസ്റ്റർ ചെയ്യേണ്ട സാഹചര്യം സാധാരണമായി ഉണ്ടാക്കും. അടുത്ത ചോദ്യമാണ്, എന്നാണ് അൺമെൽഡിംഗ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എപ്പോഴാണ് അൺമെൽഡിംഗ് ചെയ്യേണ്ടത് എന്നുള്ളത്. ജർമ്മനിയിൽ പുതിയ അഡ്രസ്സിലേക്ക് മാറിയ ശേഷം കഴിയുന്നത്ര വേഗം അപ്പോയിന്റ്മെന്റ് എടുത്ത് രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. ചില നഗരങ്ങളിൽ അപ്പോയിന്റ്മെന്റ് ലഭിക്കാൻ ദിവസങ്ങളോ ആഴ്ചകളോ എടുക്കാം. അതുകൊണ്ട് ജർമ്മനിയിൽ എത്തിയ ഉടനെ അപ്പോയിന്റ്മെന്റ് നോക്കുന്നത് നല്ലതാണ്. ഇനി ചോദ്യമാണ്, എവിടെയാണ് അൺമെൽഡ് ചെയ്യുന്നത്? നിങ്ങളുടെ സിറ്റിയിലെ ബ്യൂഗറാംറ്റ്, അല്ലെങ്കിൽ ബ്യൂഗർ ബ്യൂറോ, അല്ലെങ്കിൽ ഐൻവോന മെൽഡാംറ്റ്, ഈ മൂന്ന് കാറ്റഗറിയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്താണ് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. ഓരോ സിറ്റിക്കും സ്വന്തം അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഉണ്ടായിരിക്കും. പല സ്ഥലങ്ങളിലും ഓൺലൈൻ അപ്പോയിന്റ്മെന്റും നമുക്ക് എടുക്കാൻ സാധിക്കും. ഇനി എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ്? അപ്പോയിന്റ്മെന്റിലേക്ക് പോകുമ്പോൾ സാധാരണമായി ആവശ്യമുള്ളത് പാസ്പോർട്ട്, വിസ അല്ലെങ്കിൽ റെസിഡൻസ് ഡോക്യുമെന്റ്, റെന്റൽ കോൺട്രാക്ട്സ് ചില സാഹചര്യങ്ങൾ ആവശ്യമായിട്ട് വരും. അതേപോലെ തന്നെ വോനുംസ് ഗേബർ ബെസ്റ്റേറ്റിക്കും, ലാൻഡ് ലോഡ് നൽകുന്ന അഡ്രസ് കൺഫർമേഷൻ, അതേപോലെ തന്നെ അപ്പോയിന്റ്മെന്റ് കൺഫർമേഷൻ. ചില നഗരങ്ങളിൽ അധിക രേഖകൾ ആവശ്യമായേക്കാം. അതിനാൽ ബന്ധപ്പെട്ട നഗരത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് പരിശോധിക്കണം, മസ്റ്റാണ്. ഇനി നമ്മൾ നോക്കാൻ പോണത് എന്താണ് വോനുംസ് ഗേബർ ബെസ്റ്റേറ്റിഗോ. ഇത് പലർക്കും ഒരു പുതിയ വാക്കായിരിക്കും. ജർമ്മനിയിൽ ഹൗസ് ഓണർ അല്ലെങ്കിൽ ലാൻഡ് ലോഡ് നൽകുന്ന ഒരു ഔദ്യോഗിക രേഖയാണിത്. അതിൽ നിങ്ങൾ ആ അഡ്രസ്സിൽ താമസിക്കുന്നതായിട്ട് സ്ഥിരീകരിച്ചിരിക്കും. ആ രേഖയില്ലാതെ പല സ്ഥലങ്ങളിലും അൺമെൽഡും പൂർത്തിയാക്കാൻ സാധിക്കത്തില്ല. ഇനി അൺമെൽഡും കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? രജിസ്ട്രേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെൽഡെ ബെഷൈനികും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കും. അതിനുശേഷം വിവിധ സർക്കാർ നടപടിയിലേക്ക് വഴി തുറക്കും. ഉദാഹരണത്തിന് ടാക്സ് ഐ ഡി ലഭിക്കുന്നത്, ബാങ്ക് അക്കൗണ്ട് തുറക്കുന്നത്, റെസിഡൻസ് പെർമിറ്റ് നടപടികൾ, ഹെൽത്ത് ഇൻഷുറൻസ് രജിസ്ട്രേഷൻ, മൊബൈൽ ഫോൺ കോൺട്രാക്ട്, പല സർക്കാർ സേവനങ്ങളും നിങ്ങൾക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കും. ഏറ്റവും വലിയ മിസ്റ്റേക്കുകൾ എന്താ, ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും ഒരു മിത്ത് പറയാറുണ്ട്: ടെമ്പററി അഡ്രസ്സിൽ രജിസ്ട്രേഷൻ ചെയ്യാതെ താമസിക്കുക, അതേപോലെ തന്നെ ലാൻഡ് ലോഡ് കൺഫർമേഷൻ വാങ്ങാതിരിക്കുക, അപ്പോയിന്റ്മെന്റ് വൈകിക്കുക, അഡ്രസ് മാറിയിട്ടും അപ്ഡേറ്റ് ചെയ്യാതിരിക്കുക, ഒഫീഷ്യൽ ലെറ്റർ ശ്രദ്ധിക്കാതിരിക്കുക. ഇതൊക്കെ ഒരു വലിയ മിസ്റ്റേക്കുകളാണ്. സോ പ്ലീസ് ബി അവെയർ. വൺസ് യു ആർ ഇൻ ട്രബിൾ, യു ആർ ഇൻ ട്രബിൾ.
ഓക്കെ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ജർമ്മനി പോകുന്നതെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. നിങ്ങളെ എംപ്ലോയറോട് ഇത് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുകയും വേണം. ഇനി നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. ഐ വിൽ ഹെൽപ്പ് യു ഔട്ട്. അതുകൊണ്ട് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്നത്തെ ലൈവിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് അൺമെൽഡിംഗ് എന്താണെന്ന് പഠിച്ചു, എന്തുകൊണ്ട് ഇത് അത്ര പ്രധാനപ്പെട്ടതാണെന്ന് പഠിച്ചു, എവിടെയാണ് ചെയ്യേണ്ടതെന്ന് പഠിച്ചു, അതേപോലെ തന്നെ ആവശ്യമായിട്ട് രേഖകൾ എന്താണെന്ന് പഠിച്ചു, ലാൻഡ് ലോഡ് കൺഫർമേഷൻ എന്താണെന്ന് പഠിച്ചു, രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ലഭിക്കുന്ന ഗുണങ്ങൾ എന്താണെന്ന് പഠിച്ചു, സാധാരണ ആളുകൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റുകൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതിനേക്കാൾ ഉപരിയായിട്ട് ജർമ്മനി സ്വപ്നം കാണുന്ന ഒരാൾക്ക് ഈ ചാനൽ അയച്ചു കൊടുക്കുക. ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ ദം. ജർമ്മൻ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് മാത്രമാണ് ഈ പേജിൽ വരിക. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് ഭാവിയിൽ ഉപകാരപ്പെടുന്ന ഒരു ചാനലായി തന്നെ തീരും. ഓക്കെ, ഇനി നമ്മൾ നാളെ കാണാൻ പോകുന്നത് ജർമ്മനി ബാങ്ക് അക്കൗണ്ട് ആദ്യ ദിവസം ഏത് ബാങ്ക് തിരഞ്ഞെടുക്കണം എന്നുള്ള കോൺസെപ്റ്റ് ആയിരിക്കും നാളെ ടുമാറോ. സോ സി യു ടു ടേക്ക് കെയർ. ഇറ്റ് ഈസ് മീ സജിൻ ഫ്രം സേഫ് ഫ്രോം ജർമ്മനി. ഗോഡ് ബ്ലസ് യു.